അങ്ങനെ ഒരു നീണ്ട 7 വർഷത്തിന് ശേഷം ഞാൻ കണവ കഴിക്കാൻ പോവാണ് ഗൈസ്. പണ്ട് എന്റെ അമ്മ ഉണ്ടാക്കി തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്നോ എങ്ങനെ കറി വെക്കണമെന്നോ നോ ഐഡിയ. അതുകൊണ്ട് തന്നെ അമ്മയെ വിളിച്ചു ചോദിച്ച് അതനുസരിച്ചിട്ടാണ് ഞാൻ ഇത് മൊത്തം ചെയ്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ കണവ കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് അധികം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കടുവറുക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, മഞ്ഞപ്പൊടി, മുളക് പൊടി, ലേശം ഉലുവാപ്പൊടി, ഒരു 2-3 പച്ചമുളകും കൂടെ മിക്സിക്കകത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി അടുപ്പത്ത് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക്, കറിവേപ്പില, ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങയുടെ മിക്സും ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് ഇട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. ശേഷം അതിലോട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്ന കണവയും കൂടെ തട്ടിക്കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് അവസാനം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ തൂക്കെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിടിലൻ കണവ തോരൻ റെഡി. ഇതുണ്ടാക്കി തീരുന്നിടം വരെയുള്ള എന്റെ ഏക പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ അമ്മ ഉണ്ടാക്കുന്നതിന്റെ 7 അയലത്തെങ്കിലും എത്തുന്നതായിരുന്നു. പക്ഷെ സംഭവം നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഓക്കെ, ബൈ.